ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരികയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവിജിയെ ക്ഷണിക്കാനായിട്ട് സാഗറും അതുപോലെ തന്നെ കൃഷ്ണൻ കൂടി വരുന്നുണ്ട്. ദേവിജി ആണെങ്കിലോ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ഡിസൈനറായിട്ട് തനിക്ക് കൺമണിയെ തന്നെ വേണം, അല്ലാതെ ഞാൻ ജോയിൻ ചെയ്യില്ല, ഞാൻ ജോയിൻ ചെയ്യുന്ന ആ ദിവസം തന്നെ കൺമണിയും ജോയിൻ ചെയ്യണമെന്നൊക്കെ ദേവിജി പറയാണ് കേട്ടോ. അപ്പോഴത്തേനും സാഗറാണെങ്കിലോ കൃഷ്ണൻ കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അന്നൊരു തെറ്റ് പറ്റി സാറ്, പിന്നെ എന്തുകൊണ്ടാണ് കൺമണിയെ തന്നെ അതിലേക്ക് ക്ഷണിക്കണമെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും അതിന് വ്യക്തപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ദേവിജി പറയുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അത് ഉറപ്പ് കൊടുക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം തന്നെ അവർ തിരിച്ച് പോകുന്നു. പിന്നീട് കൺമണിയോട് ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് ക്രഷ് അകത്തേക്ക് പോകുന്നു. അപ്പോഴത്തേനും കൺമണിയുടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ക്രഷ് അങ്ങോട്ടേക്ക് പോകുന്നത്. കൺമണി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ അലികയിലേക്ക് തന്നെ തിരിച്ചു വരണം, അതുകൊണ്ട് തന്നെ ഇത് ദേവിജിയുടെ ആഗ്രഹമാണ് ഞങ്ങളുടെയും എന്ന് പറയണം. ഒരിക്കൽ ഞാൻ നിന്നെ പുറത്താക്കിയതാണ്, പക്ഷേ ഇനി നിന്നെ ഞാനായിട്ട് തന്നെ ക്ഷണിക്കുകയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൺമണിക്ക് അത് വിശ്വസിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും കൺമണിക്ക് കൃഷ്ണൻ്റെ സ്നേഹത്തോടുള്ള പെരുമാറ്റം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ നീ അത് ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞിട്ട് കൺമണിയോട് കൈയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കൃഷ്ണ പോകുന്നു. വീണ്ടും നമ്മുടെ സാഗറിനെയും അതുപോലെ ആൻറ്റിയമ്മയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടെ മാനസയുണ്ട്. മാനസയോട് പറയുന്നുണ്ട് കേട്ടോ, എത്രയും പെട്ടെന്ന് തന്നെ ദേവിജി ചാർജ് എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ മാനസ പറയുന്നുണ്ട്, എന്താണ് ഒരു BR ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് പെട്ടെന്ന് ഒരു ഡിസൈനർ കമ്പനി കുത്തി പൊങ്ങിയത് കൊണ്ട് നമ്മുടെ അലികയ്ക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാവുന്നത്, ആ ഒരു കാര്യം പറഞ്ഞിട്ടാണോ എന്തായാലും ദേവിജിയെ ചാർജ് എടുപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ദേവിജി ഉണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല, അയാൾ വേണ്ട എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത് മാനസ. പക്ഷേ സാഗർ ദേഷ്യപ്പെട്ടിട്ട് എണ്ണി നിൽക്കുന്നുണ്ട്. മാനസേ, നീയല്ല ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ ചാർജിനനുസരിച്ചാണെന്നൊക്കെ പറയുന്നു കേട്ടോ. നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആരെ നിയമിക്കേണ്ട എന്ന് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നു. ദേവിജിയെ പോലത്തെ ഒരു മുതിർന്ന വ്യക്തി നമ്മുടെ കമ്പനിയിൽ അത്യാവശ്യമാണെന്നും പറയാട്ടോ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞത് ആരും കേട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് ദേഷ്യം വരുന്നത്. അപ്പോഴത്തേനും അവൾ ഭക്ഷണം കഴിക്കാതെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ സാഗർ എഴുന്നേറ്റ് കൈ കഴുകാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മനസ്സിൽ സമാധാനപ്പെടുത്തുന്നുണ്ട്. പിന്നെ സാഗർ വന്നിട്ടും സമാധാനപ്പെടുത്താട്ടോ ചെയ്യുന്നത്. മോളെ, ഓഫീസിലുള്ള കാര്യങ്ങൾ ഓഫീസിലും വീട്ടിലുള്ള കാര്യങ്ങൾ വീട്ടിലുമാണ് ചർച്ച ചെയ്യേണ്ടത്. അതിന് മോളെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, മോളിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നു. പക്ഷേ മാനസ അത് കേൾക്കാതെ പോവാട്ടോ ചെയ്യുന്നത്. പിന്നെ ആൻറ്റിയമ്മയോട് മാനസ സംസാരിക്കുന്നുണ്ട്. ആൻറ്റിയമ്മ, എനിക്ക് ഒരു കഴിവില്ല എന്നാണോ ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത്? വേറെ ഒന്നുമല്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ദേവിജിയാണ് എനിക്ക് എതിരാളിയായിട്ട് നിൽക്കുന്നത്. ദേവിജി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കള്ളത്തരും പൊളിച്ചെടുക്കുമെന്നൊക്കെ മാനസ ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റിയമ്മ പറയുന്നുണ്ട്, നിനക്ക് എന്ത് കഴിവുണ്ടെന്നാണ് നീ പറയുന്നത്, എന്നോട് മാത്രം നീ അത് പറയാനായിട്ട് നിൽക്കണ്ട എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേനും കൺമണി വരച്ച ഡിസൈനർ കൊണ്ടാണ് നീ രക്ഷപ്പെട്ടു വരുന്നത്, അല്ലാതെ നിനക്കായിട്ട് ഒരു കഴിവുമില്ല, മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാമെന്നൊക്കെ നമ്മുടെ ആൻറ്റിയമ്മ മാനസയോട് പറയുന്നുണ്ട്. ദേവിജി വന്നോട്ടെ, നീ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത്, അതേപോലെ കൺമണിയുടെ കൂടെ ഡിസൈനും കാര്യങ്ങളും കണ്ടുപഠിക്കുകയും വേണം. ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ കൃഷ്ണനെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ പിന്തുണച്ച് നിൽക്കുന്നതെന്നും ആൻറ്റിയമ്മ മാനസയോട് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷ്ണൻ ഫ്രണ്ടും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ദേവിജി കമ്പനിയിലേക്ക് വരുമ്പോൾ ഒരാശ്വാസമായി. മാത്രമല്ല കൺമണിയും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാനസ വരച്ച ഡിസൈനൊന്നല്ല ആ ഒരു ഡൽഹിയിലേക്ക് കൊണ്ടുപോയതും. ഡൽഹിയിൽ പോയി അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പേടി കാരണം അവൾ എന്തൊക്കെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി അവൾ എന്തായാലും ഇതിൽ പെട്ടുപോകും. ദേവിജി വന്നു കഴിഞ്ഞാൽ അവളുടെ കള്ളത്തരമൊന്നും നടക്കില്ല എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താണ് കൺമണിയുടെ ദേഹത്ത് ഒരു ചാഞ്ചാട്ടം എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ്. നീ ഒന്ന് പോയി, കൺമണിയാണ് ഡിസൈൻ വരച്ചത്, അവൾക്ക് വളരെയധികം കഴിവുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവളെ പിന്തുണയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അവളെ വീണ്ടും കമ്പനിയിലേക്ക് ഞാൻ തിരിച്ച് വിളിച്ചത്. നിനക്കെന്തായാലും മാനസയെ ഒഴിവാക്കാൻ പറ്റിയ ഒരു അവസരമാണ്. കൺമണിയായിട്ട് നീ കൂടുതൽ ഇടപഴകുമ്പോൾ മാനസയായിട്ടൊരു പ്രശ്നം ഉണ്ടാകും, അതോടുകൂടി മാനസ തിരിച്ചു പോയിക്കോളും എന്ന രീതിയിലൊക്കെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മുടെ കൃഷ്ണനോട്. കൃഷ്ണ പറയുന്നുണ്ട്, നടക്കട്ടെ, ഇനി വരുന്നത് വെച്ച് കോലെ കാണാം എന്നൊക്കെ പറയുന്നു കേട്ടോ.
എന്തായാലും ദേവിജി വന്നിട്ടുണ്ടെങ്കിൽ മാനസയുടെ എല്ലാ അഹങ്കാരവും നിർത്തി കൊടുക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. എന്തായാലും നോക്കാം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അമ്മായിമാരെ കാണിക്കുന്നത്. അപ്പോൾ കൺമണി അതിൽ നടന്നു വരുമ്പോഴത്തേനും അമ്മായിമാർ സംസാരിക്കുന്നുണ്ട്. എന്താ കൺമണി, നീ എന്താ അലികയുടെ ഹെഡ് ഓഫീസിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്, ഞങ്ങൾക്കത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നും പറയുന്നു. എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേനും കൺമണിയുടെ ചേട്ടൻ വരുന്നുണ്ട്. എന്താ മോളെ പ്രശ്നം എന്ന് പറയുന്നു. അല്ല, അലികയുടെ ഹെഡ് ഓഫീസിലേക്ക് വരുമെന്നൊക്കെ ഒരു ന്യൂസ് ഞങ്ങൾ കേട്ടു, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നു. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, എന്താ മോള് സത്യമാണ് ചോദിക്കുന്നത്. എനിക്കിഷ്ടമല്ല ഏട്ടാ എന്ന് പറയുന്നു. ഇഷ്ടമില്ലാത്തൊരു കമ്പനി ജോയിൻ ചെയ്യാൻ പാടില്ല. മോൾക്ക് ഏട്ടൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൾ റെഡിയാക്കിയെന്ന് പറയുന്നു. അപ്പോൾ അമ്മായിമാരൊക്കെ പോവുക കേട്ടോ. അപ്പോഴത്തേനും ചേട്ടനും കൺമണി കൂടി സംസാരിക്കുന്നുണ്ട്. മോളെ, ചേട്ടൻ പറഞ്ഞ കാര്യം എന്തായെന്ന് പറയുന്നു. കാരണം ആ ഡിസൈൻ മോൾ നല്ലൊരു ഡിസൈൻ എനിക്ക് പറിച്ചു തരണം എന്ന് പറയുന്നുണ്ട്. ഏട്ടന് വേണ്ടി ചെയ്യില്ലേ ചോദിക്കുമ്പോൾ കൺമണി ചെയ്യാം ഏട്ടാ എന്ന രീതിയിലൊക്കെ പറയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഏട്ടൻ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്.